കേരളം ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. പേടിപ്പെടുത്തുന്ന വാർത്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കേരളക്കര. അതായത് കേരളത്തിൽ അടുത്തിടെയായി വർദ്ധിച്ചു കാണുന്ന കൊടും ക്രൂരമായ കൊലപാതകങ്ങൾക്ക് കാരണമായി ചിലരെങ്കിലും ചൂണ്ടിക്കാണിക്കുന്നത് മാർക്കോ പോലുള്ള സിനിമകളിലെ വയലൻസ് തന്നെയാണ്. മാർക്കോ എന്ന സിനിമ ഇറങ്ങിയ എല്ലാ ഭാഷകളിൽ നിന്നും ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. യുവ പ്രേക്ഷകരിൽ നിന്നും വലിയ സ്വീകാര്യത ലഭിച്ച ചിത്രം 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കാണാൻ വിലക്കുണ്ടായിരുന്നു. മലയാളത്തിലെ ഏറ്റവും വലിയ ആക്ഷൻ ബ്രൂട്ടൽ വയലൻസ് എന്ന ടാഗ്ലൈനോട് എത്തിയ മാർക്കോ അതിശയിപ്പിക്കുന്ന നേട്ടമാണ് സ്വന്തമാക്കിയത്. കൊടും ക്രൂരതകൾ പരസ്യമായി പ്രകടിപ്പിച്ച എ സർട്ടിഫിക്കറ്റോടെ എത്തിയ ഒരു സിനിമയ്ക്ക് ഇത്ര വലിയൊരു സ്വീകാര്യത ലഭിക്കുന്നത് കേരളത്തിൽ ആദ്യമായിട്ടായിരുന്നു. മാർക്കോ, അനിമൽ കിൽ തുടങ്ങിയ എ സർട്ടിഫിക്കറ്റോടെ എത്തിയ സിനിമകളിലെ വയലൻസ് രംഗങ്ങൾ കാരണമാണോ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതായത് സമൂഹത്തിൽ എന്ത് പ്രശ്നമുണ്ടായാലും അതിനെ പെട്ടെന്ന് തന്നെ സിനിമയുമായി ബന്ധിപ്പിച്ച് കുറ്റപ്പെടുത്തുന്ന രീതി ശരിയാണോ? സമൂഹത്തിൽ സിനിമ മാത്രമല്ല, സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്ന മറ്റു പല ഘടകങ്ങളുമുണ്ട്. സിനിമകളും അതിലെ കഥയും നടന്മാരും കുട്ടികളെയും മുതിർന്നവരെയും സ്വാധീനിക്കുന്നുണ്ടോ? സിനിമ പോസിറ്റീവായും നെഗറ്റീവായും സ്വാധീനിക്കും. സമൂഹത്തിന്റെ പ്രതിഫലനം തന്നെയാണ് സിനിമയെന്ന് പറഞ്ഞാൽ അതിലെന്തെങ്കിലും തെറ്റു പറയാൻ നമുക്ക് സാധിക്കില്ല. കാരണം സിനിമയ്ക്ക് വിഷയം അല്ലെങ്കിൽ കഥയ്ക്കുള്ള പോയിന്റുകൾ ലഭിക്കുന്നത് സമൂഹത്തിൽ നിന്നാണ്. നമ്മുടെ ചുറ്റും കാണുന്ന അല്ലെങ്കിൽ നമുക്കിടയിൽ സംഭവിക്കുന്ന സംഭവങ്ങളെ സിനിമയുടെ വിഷയമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് കാണാനും കണ്ട് ആസ്വദിക്കാനും സാധിക്കും. എന്തിനു പറയണം, ചെന്താമരയും ചേതമംഗലവും വെഞ്ഞാറമൂട് കൊലപാതകവും താമരശ്ശേരി കൂട്ടക്കൊലപാതകവും പോലും നാളെ ഒരു സിനിമയ്ക്കുള്ള വിഷയം തന്നെയാണ്. ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് സിനിമയോടുള്ള ഒരു അഭിരുചി പാടെ മാറിക്കഴിഞ്ഞു. സിനിമയിൽ പഴയ പോലുള്ള ഇമോഷൻസ് ഒന്നും ഇപ്പോൾ വർക്കാവുന്നില്ല. അത് ഇന്നത്തെ തലമുറ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവർക്ക് അതിനൊന്നുമുള്ള ക്ഷമയുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് കൂടുതലായും വയലൻസ് നിറഞ്ഞ സിനിമകൾ കാണുമ്പോൾ അതിൽ വളരെ ഫാസ്റ്റായി കാര്യങ്ങൾ നടക്കും. അത് കുറച്ച് അടിപൊളിയായി എൻജോയ് ചെയ്ത് കാണും. ഈ അടുത്ത കാലത്ത് മലയാളത്തിൽ ഇറങ്ങിയ സിനിമകളിൽ പ്രധാന പങ്കും ഇൻവെസ്റ്റിഗേഷൻ, ക്രൈം ത്രില്ലർ, വയലൻസ് കൂടുതലുള്ള സിനിമകളാണ്. എന്നാൽ ഇത്തരം കഥകളിലേക്ക് മാത്രം സിനിമ ഒതുങ്ങിപ്പോകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയം കൂടിയാണ്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് പലതരം കഥകളും സിനിമകളും മലയാളത്തിൽ മാത്രമല്ല എല്ലാ ഭാഷകളിലും പുറത്തു വരാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ വയലൻസ് നിറഞ്ഞ മാർക്കോയെ മലയാളികൾക്കൊപ്പം മറ്റ് ഭാഷകളിലും ചിത്രം പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു. സിനിമയുടെ ഹിന്ദി പതിപ്പും മികച്ച കളക്ഷനാണ് സ്വന്തമാക്കിയത്. ഒപ്പം തെലുങ്ക് പതിപ്പും കളക്ട് ചെയ്തിരുന്നു. OTTയിലും ശ്രദ്ധ നേടിയ മാർക്കോ ബോക്സ് ഓഫീസിൽ 150 കോടി ക്ലബിൽ ഇടം പിടിച്ചിരുന്നു. ഇപ്പോഴിതാ മാർക്കോ ടെലിവിഷനിൽ പ്രദർശിപ്പിക്കില്ല എന്ന റിപ്പോർട്ട് പുറത്തുവരുന്നത്. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനാണ് അനുമതി നിഷേധിച്ചിരിക്കുന്നത്. ലോവർ കാറ്റഗറി മാറ്റത്തിനുള്ള അപേക്ഷയും CBFC നിരസിച്ചു. U അല്ലെങ്കിൽ UA കാറ്റഗറിയിലേക്ക് ഇനി മാറ്റാൻ അവസരമുണ്ട്. പക്ഷേ അത്രയും വയലൻസ് മാർക്കോയിൽ പാടില്ല എന്നാണ് പറയുന്നത്. ചില ഭാഗങ്ങൾ കട്ട് ചെയ്യണം. പക്ഷേ ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ മാർക്കോ കാണണമെന്ന് ആഗ്രഹിച്ചവർ എല്ലാം തന്നെ സിനിമ ഇതിനോടകം കണ്ടു കഴിഞ്ഞു. എന്നാൽ ഇത്ര വൈകി വന്ന ഈ ഒരു തീരുമാനം എന്ത് മാറ്റമാണ് സമൂഹത്തിൽ കൊണ്ടുവരിക എന്ന് തന്നെയാണ് നമുക്കിനി നോക്കിക്കാണേണ്ടത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.